സെനറ്റ് യോഗത്തിൽ നിന്ന് ഇറങ്ങിയ BJP അംഗങ്ങൾ CN വിജയകുമാരിയെ ന്യായീകരിച്ചു. ഒപ്പം കടുത്ത ദളിത് വിരുദ്ധ പരാമർശങ്ങളും BJP അംഗങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ടീച്ചറുടെ വീട്ടിൽ ടീച്ചർക്കും ടീച്ചറുടെ കുട്ടികൾക്കും ഭർത്താവിന് പോലും അന്നം വിളമ്പി കൊടുക്കുന്നത് ഒരു ദളിതാണെന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? അപ്പോൾ അങ്ങനെയുള്ള ഒരാളിനെയാണ് അധിക്ഷേപിക്കുന്നത്. അപ്പോൾ ദളിതിന്റെ ഇതൊന്നും നമുക്ക് കേൾക്കണം കേട്ടോ. ദളിത് വിരുദ്ധ പരാമർശത്തിനെതിരെ SFI പ്രവർത്തകർ ഇടപെട്ടതോടെ BJP അംഗങ്ങളുമായി വാക്കുതർക്കത്തിലേക്ക് കാര്യങ്ങളെത്തി. ഈ സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് മെമ്പറാണ്. ആ സർവകലാശാലയ്ക്കകത്ത് നിന്നുകൊണ്ട് ഒരാളുടെ ജാതി പറഞ്ഞ കാലാവാരി ഭിത്തിയിലടി ഉള്ള കാര്യം പറയാം. വിജയകുമാരിയുടെയും BJP അംഗങ്ങളുടെയും പ്രവൃത്തിയിൽ പ്രതിഷേധിച്ച് SFI സർവകലാശാല ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തി. വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മലിനെ SFI പ്രവർത്തകർ തടഞ്ഞുവച്ചു. എന്തായിരുന്നു വിപിന്റെ പരാതി എന്ന് നമുക്ക് ഒന്നുകൂടി നോക്കാം. CN വിജയകുമാരി ജാതീയമായി അധിക്ഷേപിച്ചെന്ന് ഗവേഷക വിദ്യാർത്ഥി വിപിൻ വിജയൻ പരാതി നൽകി. പുലയന്മാർ സംസ്കൃതം പഠിക്കേണ്ടെന്ന് സംസ്കൃത വിഭാഗം മേധാവി പറഞ്ഞതായി ആണ് വിപിന്റെ പരാതി. പുലയനും പറയനും വന്നതോടെ സംസ്കൃത വിഭാഗത്തിന്റെ മഹിമ നശിച്ചെന്ന് ആക്ഷേപിച്ചു. വിപിനെ പോലുള്ള നീചജാതികൾക്ക് എത്ര ശ്രമിച്ചാലും സംസ്കൃതം വഴങ്ങില്ലെന്ന് അധിക്ഷേപിച്ചു. വിഷയ വിദഗ്ധർ ശുപാർശ ചെയ്തിട്ടും PhD നൽകരുതെന്ന് വിജയകുമാരി എഴുതി കൊടുത്തു എന്നുമാണ് വിപിന്റെ ആരോപണം. സംസ്കൃതം അറിയാത്ത വിദ്യാർത്ഥിക്ക് സംസ്കൃതത്തിൽ PhD നൽകരുതെന്ന് വിജയകുമാരി കത്ത് നൽകിയിരുന്നു. വകുപ്പ് മേധാവിയുടെ വാദം എന്താണെന്ന് നോക്കാം. അക്കാദമിക് സത്യസന്ധത ഉയർത്തിപ്പിടിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് ഡോക്ടർ CN വിജയകുമാരി പറയുന്നത്. അതിൻ്റെ പേരിലാണ് ജാതി അധിക്ഷേപ പരാമർശങ്ങൾ നേരിടേണ്ടി വന്നതെന്നും CN വിജയകുമാരി പറയുന്നു. വിജയകുമാരിയുടെ മോശം പെരുമാറ്റവും സവർണബോധവും ചോദ്യം ചെയ്തത് വൈരാഗ്യ കാരണമാണ് എന്നാണ് വിപിൻ പറയുന്നത്. തൻ്റെ ഗൈഡായ അധ്യാപികയോട് വിജയകുമാരിക്ക് ഉദ്യോഗസ്ഥതല പ്രശ്നങ്ങളുണ്ട് എന്നും വിപിൻ പറയുന്നു. MA, M.Ed, M.Phil യോഗ്യതകളുള്ള വ്യക്തി 5 വർഷമായി കേരള സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥിയാണ്. വിപിൻ M.Phil പൂർത്തിയാക്കിയത് CN വിജയകുമാരിയുടെ മേൽനോട്ടത്തിലാണ്. സദ്ഗുരു സർവസ്വം ഒരു പഠനം എന്നതായിരുന്നു വിപിൻ വിജയന്റെ PhD പ്രബന്ധം. മൂല്യനിർണ്ണയം നടത്തി PhDക്ക് ശുപാർശ ചെയ്തത് സർവകലാശാല നിയോഗിച്ച വിദഗ്ധരാണ് എന്നുള്ള സാഹചര്യവുമുണ്ട്. സനീഷ്, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളിത് ചർച്ച ചെയ്തിരുന്നതാണ് ഈ ജാതി അധിക്ഷേപം എന്നുള്ളത്. അതിൽ ഗുരുതരമായ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. സർവകലാശാലയിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സമരങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു ക്യാമ്പസിൽ. ഇന്നിപ്പോൾ അത് കൂടുതൽ ശക്തമായ നിലയിലേക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഇന്ന് നടന്ന സംഭവങ്ങളും കണ്ടു കാണുമല്ലോ, എന്ത് തോന്നുന്നു? ഇതിലിപ്പോൾ നേരത്തെ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തായിരിക്കും. ഇതിനകത്ത് ഈ വിജയകുമാരി ടീച്ചർ തന്നെ മേൽനോട്ടത്തിൽ M.Phil പൂർത്തിയാക്കിയ ആളാണ്. MA, M.Philും B.Edും നേടിയ ആളാണ് വിപിന്. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ PhDക്ക് യോഗ്യതയില്ല, സംസ്കൃതം അറിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ടീച്ചർ പറഞ്ഞു എന്ന് വെച്ചാൽ തന്നെ അതിനകത്തൊരു കുഴപ്പമുണ്ട്. ടീച്ചർക്ക് ശുപാർശ ചെയ്യുകയും ചെയ്തു. ശുപാർശ ചെയ്തതിന് ശേഷവും പോലും ഇത് പറ്റില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം അവർക്ക് രാഷ്ട്രീയമായിട്ടോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വിദ്വേഷം ഉണ്ടോ എന്നുള്ള കാര്യം ഇതിനകം എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഇന്നത്തെ പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ജാതി പറഞ്ഞാൽ കാലേവാരി ഭിത്തിയിലടിക്കും എന്ന് SFIയുടെ നേതാവ് ഈ ആളോട് പറഞ്ഞാണ്. ഇതും ഒരു ഡോക്ടറേറ്റ് നേടിയ ഒരു അധ്യാപകനാണ് ഈ സിൻഡിക്കേറ്റ് അംഗം. അദ്ദേഹത്തോടാണല്ലോ ഇത് പറയുന്നത്. അപ്പോൾ എന്തൊരു അപക്വമായിട്ടുള്ള മനസ്സിലാക്കലുകളാണ് ഈ ആളുകൾക്ക് എന്ന തോന്നലാണ് ആദ്യം ഉണ്ടായത്. അതായത് അദ്ദേഹം വിജയകുമാരി ടീച്ചറെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടി പ്രതിരോധം ഉയർത്താൻ വേണ്ടി പറയുന്നത് എന്താണ്? അവരുടെ വീട്ടിൽ ഭക്ഷണം വിളമ്പുന്നത്, ഭക്ഷണം തയ്യാറാക്കി നൽകുന്ന ഒരു ദളിത് ആളായിട്ടുള്ള ആളാണെന്നാണ്. അത് തന്നെയും ഇവരുടെ ഉന്നത കുലജാതി ബോധത്തിൻ്റെ തികട്ടി വരലാണ് എന്ന കാര്യം മനസ്സിലാക്കാൻ പോലും പ്രാപ്തിയില്ലാത്തവരാണ് അവിടെ അധ്യാപകരായിട്ട് ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് എന്നത് എസ്റ്റാബ്ലിഷ്ഡായി ഇന്നത്തോടുകൂടി തന്നെ. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ജാതി പറഞ്ഞാൽ കാലേവാരി ഭിത്തിയിലടിക്കും എന്ന് SFIയുടെ ജില്ലാ സെക്രട്ടറി പറഞ്ഞത് വളരെ മനോഹരമായ രാഷ്ട്രീയ പ്രസ്താവനയായിട്ട് തോന്നി. സത്യത്തിൽ അത് വയലൻസാണ്, ഒരു സംശയമില്ല. അത് പറയുകയല്ലാതെ ഇയാൾ തല്ലിയിരുന്നെങ്കിൽ, കൈ അദ്ദേഹത്തിൻ്റെ ദേഹത്തെങ്കിലും വീണിരുന്നെങ്കിൽ ഞാൻ ഈ അഭിപ്രായം ഇവിടെ പറയില്ല. തല്ലുന്നത് വേറെയും തല്ലുമെന്ന് പറയുന്നത് വേറെയുമാണ്. ജാതി ഈ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രത്തിൻ്റെ മുന്നിൽ വെച്ച് അധിക്ഷേപം നടത്തിയാൽ ഞാൻ കാലേ വാരി ഭിത്തിയിലടിക്കും എന്ന് പറയുന്നതിനെ ഒരു മനോഹരമായിട്ട് രാഷ്ട്രീയ പ്രസ്താവനയായിട്ട് കാണണം എന്ന് പറഞ്ഞാൽ
അല്ലെങ്കിൽ ആ SFIക്കാരന് തോന്നിയതിന്, അയാളുടെ മനസ്സിൽ നിന്ന് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് അത് വന്നതിന് കാരണമായിട്ട് ഞാൻ വിചാരിക്കുന്നത് അയാളുടെ പിൻഗാമികൾ, ഇപ്പോൾ നമ്മൾ VS അച്യുതാനന്ദൻ സമീപകാലത്താണല്ലോ മരിച്ചത്, എല്ലാവരും അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് എഴുതുകയും പറയുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് എല്ലാ മാധ്യമങ്ങളും എല്ലാ പ്രധാനപ്പെട്ട വ്യക്തികളും രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തിൻ്റെ ചെറുപ്രായത്തിൽ അദ്ദേഹത്തിന് നേരെ ജാതി അധിക്ഷേപം നടത്തിയ ആൾക്കെതിരെ അരയിൽ അരഞ്ഞാണം വലിയ ചൂരിയെടുത്ത് അടിച്ചു എന്നാണ്. ആ VS അച്യുതാനന്ദൻ രാഷ്ട്രീയ പാർട്ടിയുടെ ഇങ്ങേയറ്റത്തെ ഇളമുറക്കാരനാണ് ഇദ്ദേഹം, ഈ പറഞ്ഞയാൾ. അപ്പോൾ ഒരു ജാതി അധിക്ഷേപം സർവകലാശാലയുടെ മുന്നിൽ നടക്കുമ്പോൾ അയാളുടെ മനസ്സിൽ നിന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് അങ്ങനെ സംഗതി വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു രാഷ്ട്രീയ പ്രസ്താവനയായിട്ട് മനസ്സിലാക്കണം. അതിന് ആ നിലക്കുള്ള ഒരു രാഷ്ട്രീയ സാങ്കത്യമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ VS അച്യുതാനന്ദനും പിന്നിലേക്ക് പോയാൽ അയ്യങ്കാളി, നമ്മുടെ മഹാനായിട്ടുള്ള അയ്യങ്കാളി, അദ്ദേഹത്തിൻ്റെ കാളവണ്ടി ഉന്നത ജാതി മേധാവികളുടെ മുന്നിലൂടെ ഓടിച്ചപ്പോൾ അദ്ദേഹത്തെ തല്ലാനായിട്ട് നിരവധി ആളുകൾ വന്നു, തിരിച്ചടിക്കുക ചെയ്ത്, തിരിച്ച് ഫിസിക്കലായിട്ട് അടിക്കുക ചെയ്ത്. ഒപ്പം വൈക്കം ഗുരുവായൂർ സത്യാഗ്രഹങ്ങളിൽ ഉന്നത കുലജാതികൾക്കാർ അങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ സമ്മതിക്കാതിരുന്നപ്പോൾ അവിടെ സമരം നടത്തിയ AKG എന്ന കോൺഗ്രസ്സുകാരനാണ്, കമ്മ്യൂണിസ്റ്റുകാരനല്ല, AKG അടക്കമുള്ള നേതാക്കൾ, അവരോടൊപ്പം ഉണ്ടായിരുന്ന സമരസേനാനികൾ അഹിംസാത്മകമായിട്ട് മാത്രമല്ല അതിനെ കണ്ടത് എന്ന് ചരിത്രത്തിലുണ്ട്. വേണ്ട രീതിയിൽ അവർ അങ്ങോട്ട് തിരിച്ചു തല്ലുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഫിസിക്കലായിട്ടുള്ള അറ്റാക്ക് എന്നുള്ളത് പോലും അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത മുൻഗാമികളുടെ ഓർമ്മയിൽ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർവകലാശാലയിൽ നിന്ന് ഇങ്ങനെയൊരു ജാതി അധിക്ഷേപപരമായിട്ടുള്ള സംഗതികൾ വരുമ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ടൊരു രാഷ്ട്രീയ പ്രസ്താവന എന്ന നിലക്ക് അത് വന്നതിനെ ആ നിലക്ക് കാണണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഞാൻ ഈ പറഞ്ഞ അഭിപ്രായം റദ്ദാക്കപ്പെടും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഈ പറയുന്ന തരത്തിൽ അത് വയലൻസിലേക്ക് നീങ്ങിയിരുന്നെങ്കിൽ അത് വയലൻസാണ്. പക്ഷേ ഇപ്പോൾ അത് രാഷ്ട്രീയ പ്രസ്താവനയാണ്. അത് ആ നിലക്ക് അംഗീകരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റുള്ളത്, ഈ അധ്യാപകർ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു അവർക്കത് മനസ്സിലാവുന്നത് തന്നെ ഇല്ല. ഒരു വിദ്യാർത്ഥിയുടെ പ്രശ്നം, അയാൾ PhD അയാൾ MPhil ചെയ്ത് ഈ അധ്യാപകർക്ക് കീഴിൽ തന്നെ ആയിരിക്കെ അദ്ദേഹത്തെ തടഞ്ഞു വെച്ചു എന്ന് പറയുമ്പോൾ അതിനെ രാഷ്ട്രീയമായിട്ടും മറ്റും അല്ലെങ്കിൽ നിയമപരമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് പരിഹരിച്ച് ആ വിദ്യാർത്ഥി ഏതെങ്കിലും വിധത്തിൽ ഇൻക്ലൂസീവായിട്ട് ഒരു നിലപാടെടുക്കുന്നതിന് പകരം ഇവർ ഈ ദളിത് ആളാണ് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത്, അവർ വിളമ്പുന്ന ഭക്ഷണമാണ് കഴിക്കുന്നതെന്നുള്ള അങ്ങേറ്റം ദളിത് വിരുദ്ധമായ പ്രസ്താവന തന്നെ നടത്തുന്നു എന്നതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്കതിനകത്ത് അത്ഭുതമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ പക്ഷത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം, പൈതൃകം ഞാൻ നേരത്തെ പറഞ്ഞ VS അച്യുതാനന്ദൻ തൊട്ട് തുടങ്ങുന്നതാണെങ്കിൽ ഇവിടെ ഈ പാർട്ടിക്കാരുടെ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, ഇപ്പോൾ സംസ്ഥാനത്തെ ഏക MP, ഉന്നത കുലജാതിയായിട്ട് വേണം അടുത്ത ജന്മത്തിൽ ജനിക്കേണ്ടത് എന്ന അഭിപ്രായം പ്രകടിപ്പിച്ച ആളാണ്. അപ്പോൾ അവരുടെ ഉള്ളിലെ രൂഢമൂലമായിട്ടുള്ള ജാതി ബോധം, ആ ജാതി രാഷ്ട്രീയ ബോധം എന്നത് അവരെ കൊണ്ടിങ്ങനെ പറയിക്കുകയാണ്. ഇപ്പോൾ പോലും എനിക്ക് തോന്നുന്നു ആ ഡോക്ടർ ഗോപകുമാറിന് എന്താണ് അദ്ദേഹം പറഞ്ഞാൽ കുഴപ്പം, ആ വിജയകുമാരി ടീച്ചറുടെ വീട്ടിൽ ദളിത് ആളാണ് ഭക്ഷണം ഉണ്ടാക്കി വിളമ്പുന്നതെന്ന് പറഞ്ഞതിൽ ജാതി വിരുദ്ധത എന്താണ്, അതിലെ ഉന്നത ജാതി ബോധം എന്താണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വിചാരിക്കുന്നത് ഇത് കേരളത്തിൽ സമീപകാലത്ത് നടന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവമായിട്ട് നമ്മളതിനെ ഈ നിലക്കൊക്കെ കാണണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും ഈ പറഞ്ഞത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് എന്താണ് ഇതിലൊക്കെ ഇപ്പോൾ ഈ ജാതി അധിക്ഷേപം എന്നുള്ള സംശയത്തിലായിരിക്കും ഇന്നിപ്പോൾ ഗോപകുമാർ. ഇവനെന്തിനാണ് എന്നോട് ഈ SFI നേതാവ് ഇങ്ങനെ പെരുമാറിയത് എന്നുള്ളതിൻ്റെ സങ്കടത്തിലായിരിക്കും. മാത്രമല്ല അതിൽ പരാതിപ്പെട്ടിട്ടുമുണ്ട്. എന്നെ ആക്രമിക്കാൻ കയ്യോങ്ങി എന്ന പരാതി അത് പോലീസിൽ കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അവരതിനെ മനസ്സിലാക്കി വച്ചിരിക്കുന്നത്. പക്ഷേ അവരുടെ തൊഴിൽ ചെയ്യുന്നു, ആ തൊഴിൽ ആ നിലയ്ക്ക് ആ തൊഴിലിനെ തൊഴിലായി കണ്ടുകൊള്ളുക. അതിനപ്പുറത്ത് അത് ഈ മട്ടിൽ അവർ വിളമ്പുന്ന ഭക്ഷണത്തെക്കുറിച്ച് പിന്നെ വേറെ പ്രത്യേകിച്ച് പുറത്ത് വിളമ്പേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതെങ്ങനെയാണ് എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെടില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ഇതിൽ ഈ ഒരു പ്രശ്നം, ഈ വിഷയം ഉണ്ടായിട്ട് കുറേ ദിവസങ്ങളായി. പക്ഷേ അത് വേണ്ട രീതിയിൽ കേരളം ചർച്ച ചെയ്തോ എന്ന് ചോദിച്ചാൽ ചർച്ച ചെയ്തിട്ടില്ല. കടുത്ത ജാതി അധിക്ഷേപം അയാൾ നേരിട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് വിപിൻ വിജയൻ പറയുന്നത്. ആ വാക്കുകളിൽ നിന്ന് നമുക്കത് വായിച്ചെടുക്കാം. അതായത് രോഹിത് വെമുലയെയാണ് ഓർമ്മിപ്പിക്കുന്നത്. രോഹിത് വെമുല എന്ന എൻ്റെ കൂടപ്പറപ്പിൻ്റെ മനസ്സെനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നും ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു മാനസികാവസ്ഥയിലാണ് ഞാൻ എന്നുമാണ് വിപിൻ വിജയൻ എഴുതിയത്. അതിന് കാരണം ഇതേ അധ്യാപികയുടെ കീഴിലാണ് MPhil പൂർത്തിയാക്കിയത്. ഇതേ അധ്യാപികയാണ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് ഇയാൾക്ക് ഇതിനെ പറ്റും എന്നുള്ളത്, യോഗ്യതയുണ്ട് എന്നുള്ളത്. അവിടെ നിന്ന് അടുത്ത PhDയിലേക്ക് ചെല്ലുമ്പോൾ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെയാണ് ആ ഒരൊറ്റ, അതായത് മറ്റ് പല താല്പര്യങ്ങളാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ഇതെല്ലാം കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഇവർ ഒരൊറ്റയടിക്ക് വിധി എഴുതുകയും ഈ VCയുടെ രാഷ്ട്രീയം എന്താണെന്ന് ഇനിയിപ്പോൾ കേരളത്തിൽ ആർക്കും ഈ അരിയാഹാരം കഴിക്കുന്നവരോട് വേറെ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ടതില്ല VCയുടെ രാഷ്ട്രീയം എന്താണെന്ന്. അതേ രാഷ്ട്രീയം പിൻപറ്റുന്നയാളാണ് ഈ അധ്യാപിക. ആ അധ്യാപക സംഘടനയിലെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെ ഒരു അധ്യാപിക
ശുപാർശ ചെയ്യുകയാണ് നേരെ വി സിക്ക് PhD കൊടുക്കാൻ പാടില്ല എന്ന്. ഇതേ സർവകലാശാല നിയോഗിച്ചിട്ടുള്ള വിദഗ്ധൻ എന്താണ് പറയുന്നത്? ഇയാൾക്ക് PhD അവാർഡ് ചെയ്യാമെന്നാണ്. അപ്പോൾ വളരെ കൃത്യമായ ഒരു ജാതി വിവേചനം അവിടെ അനുഭവിച്ചിട്ടുണ്ട് വിപിൻ വിജയൻ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നിങ്ങളെപ്പോലെയുള്ളവർ വരുമ്പോൾ ഇവിടെ സംസ്കൃതത്തിൻ്റെ വിശുദ്ധി നഷ്ടമാകുന്നു എന്ന് പറയുന്നെങ്കിൽ അതിനപ്പുറമുള്ള ഒരു അധിക്ഷേപം വേറെ ഇല്ലല്ലോ. അപ്പോൾ ആ അധിക്ഷേപം അവിടെ നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ പിന്നീട് എന്താ സംഭവിച്ചത്? മാധ്യമങ്ങൾ ഈ വിഷയത്തെ ആദ്യം വാർത്തയാക്കുന്നത് എങ്ങനെയാണ്? സംസ്കൃതം അറിയാത്ത SFI നേതാവിന് PhD, ഇതാണ് വാർത്ത. ആ വാർത്ത ഇങ്ങനെ ഏതാനും ദിവസം ചർച്ചയായതിന് ശേഷമാണ് വിപിൻ വിജയൻ്റെ ഈ തുറന്നെഴുത്തു വരുന്നത്. പിന്നീടാണ് ആ വിഷയം ചർച്ചയാകുന്നത്. SFI അവിടെ സമരം ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു ക്യാമറയും അങ്ങോട്ട് എത്തിയിരുന്നില്ല, ആരും തിരിഞ്ഞു നോക്കാനുണ്ടായിരുന്നില്ല. ഈ വിപിൻ വിജയൻ വലിയ SFI നേതാവും ആയിരുന്നില്ല, അദ്ദേഹം പറയുന്നുണ്ട്. അതെ, അങ്ങനെ വലിയ SFI നേതാവൊന്നുമല്ല. അപ്പോൾ പക്ഷേ അവതരിപ്പിക്കപ്പെട്ടത് അങ്ങനെയല്ല. അതിനകത്ത് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ഈ പറയുന്ന ഈ സേവ് യൂണിവേഴ്സിറ്റി ഫോറം എന്നൊക്കെ പറയുന്ന സംഘടനകളൊക്കെ ഉണ്ടല്ലോ. അതായത് ഇതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന ഗവർണർ യൂണിവേഴ്സിറ്റിയിലേക്ക് കടന്നു കയറാൻ അദ്ദേഹത്തിന് പരമാവധി വിരിച്ചു കൊടുത്ത ഒരു സംഘടനാ സംവിധാനമാണ് ഈ സേവ് യൂണിവേഴ്സിറ്റി ഫോറം എന്ന് പറയുന്നത്. അദ്ദേഹം വഴിയാണ് ഇനി രക്ഷപ്പെടാൻ പോകുന്നത് യൂണിവേഴ്സിറ്റി എന്നുള്ള ധാരണയിലായിരുന്നു SUCI നേതൃത്വം ഒക്കെ എന്നുള്ള കൗതുകകരമായ വിവരം കൂടി നമ്മൾ പറഞ്ഞു പോകണമല്ലോ. കാരണം ഷാജർ ഖാൻ SUCIയുടെ നേതാവ് കൂടിയാണ്, നമ്മളത് മറച്ചു വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെയാണ് അവർ ഈ വിഷയത്തെ സമീപിച്ചത്, ഇതിനെ കൈകാര്യം ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് കാര്യങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒരു സംശയവുമില്ലാതെ ബോധ്യപ്പെടാവുന്ന സംഭവം ഇന്നിപ്പോൾ ക്യാമറകൾക്ക് മുന്നിൽ ആ യൂണിവേഴ്സിറ്റിയിൽ അരങ്ങേറിയിട്ടുമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഡോക്ടർ ഗോപകുമാർ അദ്ദേഹത്തിന് അറിയില്ലെങ്കിലും അദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ കൂടി കേൾക്കുമ്പോൾ ഒരു സംശയവും വേണ്ട, ഈ ബോധത്തിൽ നിന്നുകൊണ്ടാണ് ഇവരിൽ പലരും പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. ഇത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ കേരള സർവകലാശാലയിൽ മാത്രം നടക്കുന്ന കാര്യമല്ല കേട്ടോ. ഞാൻ എടുത്തു പറയാനാണെങ്കിൽ ആ മുഴുവൻ ലിസ്റ്റും എൻ്റെ കയ്യിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി സംഭവിച്ച കാര്യങ്ങളുടെ ഇത് ഉണ്ട്. കാരണം എല്ലാ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ള വിവിധ സർവകലാശാലകളിൽ, IIT-കളിൽ, IIM-കളിലൊക്കെ നിരന്തരം ഇത്തരത്തിലുള്ള ജാതി അധിക്ഷേപങ്ങളും ആത്മഹത്യകളും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ അവിടുത്തെ അധ്യാപക പ്രാതിനിധ്യമൊക്കെ എടുത്ത് പരിശോധിച്ചാൽ പിന്നോക്ക വിഭാഗക്കാർക്കും ദളിതർക്കും ഇടയിൽ നിന്ന് SC/ST വിഭാഗങ്ങളിൽ നിന്നൊക്കെയുള്ള അധ്യാപകരുടെ എണ്ണം വിരലിലെണ്ണാവുന്നതാണ്. ബാക്കി സമ്പൂർണ്ണമായി ഈ പറയുന്ന അതിപ്പോൾ അതിനെ എങ്ങനെയാണ് അതിനെ മെറിറ്റായും എന്താണ് അവസര സമത്വമായും ഒക്കെ കണക്കാക്കുന്നത് എന്നൊരു യുക്തിക്കും അവതരിപ്പിക്കാൻ കഴിയാത്ത തരത്തിൽ അവിടെ സിംഹഭാഗവും അങ്ങനെ ഒരു മുന്നാക്ക വിഭാഗക്കാരായിട്ടുള്ള വലിയൊരു വിഭാഗത്തിൻ്റെ പ്രാതിനിധ്യം മാത്രമാണ് ഈ അധ്യാപക സമൂഹത്തിലുള്ളത് എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം തുടർച്ചയാണ് ഈ സംഭവങ്ങളെല്ലാം. അതിൻ്റെ എല്ലാം തുടർച്ചയാണ് ഈ പറയുന്നത് നിങ്ങൾ പഠിച്ചാൽ സംസ്കൃതത്തിൻ്റെ വിശുദ്ധി നഷ്ടമാകുമെന്നുള്ള തോന്നലും ഇന്നിപ്പോൾ അദ്ദേഹം പറഞ്ഞ ഈ ഗോപകുമാർ പറഞ്ഞ ജാതി അധിക്ഷേപവും ഒക്കെ. ജയമോഹൻ്റെ പ്രശസ്തമായ 100 സിംഹാസനങ്ങൾ എന്ന നോവലിലെ ഒരു വാചകമുണ്ട്. ഒരു നായാടിയെയും മറ്റൊരു മനുഷ്യനെയും രണ്ടു വശത്ത് നിർത്തുകയാണെങ്കിൽ സമത്വം എന്ന ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ക്ഷണം തന്നെ നായാടി അനീതിക്കിരയായി മാറിക്കഴിഞ്ഞു എന്നൊക്കെ. ഇക്കാര്യത്തിൽ ജയമോഹന് തന്നെ ഈ അഭിപ്രായമാണോ പിന്നീട് ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യമൊക്കെ വേറെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അതുകൂടിയുണ്ട്. എന്തായാലും ഈ PG-യും MPhil-ഉം എടുത്ത തനിക്ക് സംസ്കൃതം എഴുതാനും വായിക്കാനും അറിയില്ലെന്ന് വകുപ്പ് മേധാവി ഡോക്ടർ CN വിജയകുമാരി അധിക്ഷേപിച്ചു എന്നാണ് ഗവേഷക വിദ്യാർത്ഥിയായ വിപിൻ വിജയൻ പരാതിപ്പെട്ടത്. അവിടെ ആയിരുന്നു തുടക്കം. വിജയകുമാരി പറഞ്ഞതായി ആ വിദ്യാർത്ഥി ഉന്നയിച്ച പല ജാതി നിന്ദാ പരാമർശങ്ങളും പരാമർശിക്കാൻ പോലും തോന്നില്ല. ഇങ്ങനെ ഒരു പരാതി വിപിൻ ഉന്നയിച്ച നിമിഷം മുതൽ നമുക്ക് ഒരൊറ്റ പക്ഷം ചേരാനേ അവകാശമുള്ളൂ എന്ന് RDX ഉറച്ചു വിശ്വസിക്കുന്നു. അത് ആ വിദ്യാർത്ഥിയുടെ പക്ഷമാണ്. തലമുറകളായുള്ള വിവേചനത്തിൻ്റെ ഭാരവും ചുമന്നാണ് വിപിൻ വിജയൻ ഒരു ഗവേഷകനായി വന്ന് യൂണിവേഴ്സിറ്റിയിൽ നിൽക്കുന്നത്. ഒരു മുൻതലമുറ മുറിച്ചു കിടന്ന അനുഭവങ്ങളുടെ തീച്ചൂടുകൂടി നമ്മൾ കാണണം. ഈ വിഷയത്തിൽ ഇടപെട്ട് ഇന്ന് വീണ്ടും അധിക്ഷേപം ചൊരിഞ്ഞ BJP-യുടെ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ മാനസികാവസ്ഥയാണ് RDX-ന് ഇപ്പോഴും മനസ്സിലാവാത്തത്.